തൊപ്പി എടുത്ത് വെക്കണം. ഈ തൊപ്പിക്ക് എന്താ നിന്നോട് സ്വന്തം പാർട്ണർ പോയ വേദന എന്തിനാ എടുത്തത്? അല്ല എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാരണം വേണമല്ലോ. ജഗീർ പറ, നീ തൊപ്പി പറ, വലിച്ചിടരുത്, ചീന്തി കീറും ഞാൻ. പോലെ അല്ല മോനെ, ഏജന്റുമായിട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്രശ്നവും. ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ട്രിഗർ ആയതാ, മനസ്സിലായോ? ഷമീർ ഉളുപ്പുണ്ടോടാ നാറി നിനക്ക്? കുറച്ചെങ്കിലും എന്തൊക്കെയായിരുന്നു നീ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്? ടെസ്റ്റ് എടുക്കാൻ പോകുന്നു, ടെസ്റ്റിൽ ഡ്യൂപ്ലിക്കേഷൻ കാണിക്കുന്നു, അത് തിരുത്തുന്നു, അത് സായിച്ചേട്ടൻ വന്ന് പൊളിക്കുന്നു, അപ്പൊ സായിച്ചേട്ടനെ വെല്ലുവിളിക്കുന്നു. സായിച്ചേട്ടൻ ചില കാര്യങ്ങൾ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോ നേരെ അവൻ പ്ലേറ്റ് മാറ്റിയിട്ട് ഏജന്റായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ലേ? ഫസ്മീന പറഞ്ഞൊരു കാര്യം അനന്ത് ചേട്ടൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നോ? കണ്ടായിരുന്നോ ഷമീറെ നീ? ഇല്ലെങ്കിൽ അതൊന്ന് പോയി കാണണം. നീയും തൊപ്പിയും കൂടെ അടുക്കളയിൽ വെച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ. തൊപ്പിയും ഫസ്മീനും തെറ്റാനുള്ളത്. ഈ ഫസ്മീന മാറിപ്പോയി ഒരു ഡിപ്രഷൻ അടിച്ച് കുറെ കാലം ഇരുന്നത്. ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങി ഇവരുടെ വിഷയങ്ങൾ നടന്ന സമയത്ത് ഫസ്മീനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഫസി ആ കാര്യങ്ങളൊന്നും തുറന്ന് വിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഈ ലല്ലു ഇവൻ എന്നോട് പറഞ്ഞൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഫസ്മീന ഈ ബൈക്കട ഫോണിൽ ഞാൻ തിരിഞ്ഞ് കട്ടിന് പോയി തിരിഞ്ഞിരുന്ന് സംസാരിക്കുക. മേബി ഫോണിലായിരിക്കാം, അല്ലെങ്കിൽ ലല്ലുനോട് തന്നെ. ഈ ബൈക്കട പറയുന്നതിൽ ഒരു ക്യാരക്ടറും ഇല്ല. ഷമീർ മനസ്സിലായ ഒന്ന് തൊപ്പി. എന്നിട്ട് ആ വീഡിയോ ഒരു 1 ടൈം എനിക്ക് ഈ ലല്ലു അയച്ചു. അപ്പൊ അവന്റെ ആ വീഡിയോ ഉണ്ട്. ഞാനത് അന്ന് വിട്ടു, ഞാനതൊന്നും വിശ്വസിച്ചില്ല. കാരണം എന്താ, ഈ ഇതിലേക്ക് തൊപ്പിനെ വലിച്ചിടാനോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാനോ ഫസ്മീന എന്നോട് പറഞ്ഞിട്ടില്ല. ലല്ലൂട്ടിയാണ് എന്നോട് ഈ കഥ പറയുന്നത്. മനസ്സിലായി? ഫസ്മീന തെറ്റാനുള്ള കാരണം ആ വീട്ടിനകത്ത് കല്ലും പുല്ലും വലിച്ച് പരസ്പരം ആരാ എന്താണെന്നുള്ള ബോധവും ബുദ്ധിയില്ല, അത് തമ്മിൽ ഇത് ഊട്ടി കളിച്ച് നടക്കലാന്നുള്ളത് അന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ പിന്നെ കഥകൾ പുറത്തു വന്നപ്പോ നിന്റെ വീഡിയോ എടുത്തത് തൊപ്പിയാണെങ്കിൽ നീ നിന്റെ വായ കൊണ്ട് പറഞ്ഞപ്പോ തൊപ്പിക്ക് ആ സിറ്റുവേഷനിൽ നിന്നോടോ മമ്മൂനോടോ ഒരു തരത്തിലും എന്തില്ല, ഒരു ഇഞ്ച് പോലും സംശയമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് റിവെഞ്ച് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവനെതിരെന്ന് പറഞ്ഞ് മനസ്സിൽ പോലും ആയിട്ടില്ലാത്ത കാര്യം നീ ഇരുന്ന് നിന്റെ കൈ പിടിക്കണം. ആ ഒരു വീഡിയോ അതിന് ഈ പറഞ്ഞ മമ്മൂന്റെ അടുത്ത് വരുന്ന ഒരു സാധനം തൊപ്പി എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ തൊപ്പിക്ക് എന്താ നിന്നോട് സ്വന്തം പാർട്ണർ പോയ വേദന എന്തിനാ എടുത്ത് വെച്ചാൽ? അല്ല എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാരണം വേണമല്ലോ. ജഗീർ പറ, നീ തൊപ്പി പറ, വലിച്ചിടരുത്, ചീന്തി കീറും ഞാൻ. ഈ ഒരു വീഡിയോ സായി ചേട്ടൻ പുറത്ത് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്ക് ബോധോദയം വന്നു. ആർക്ക്? ഷമീറിന്. ഇനിയും സായി ചേട്ടനെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിയാത്ത വീണ്ടും ഉള്ള കുറെ കാര്യങ്ങൾ വീണ്ടും നാട്ടുകാരറിയും. അത് സ്വന്തം ഇമേജിനെ ബാധിക്കും. അല്ല ഷമീറെ? ചെറിയ പിള്ളേരൊക്കെയാണ് ഇവന്റെ ഓഡിയൻസ്. അവരെ പറ്റിക്കാനും അവരെ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്താനും നിനക്ക് പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ളപ്പോ സായിച്ചേട്ടൻ ഇത് പുറത്തു വിട്ടാ എങ്ങനെ ഇരിക്കും? അതാണ് പ്രശ്നം. അതിനുശേഷം പ്ലേറ്റ് തിരിച്ചത് കേൾക്കണോ? കേക്കാം. അതുപോലെ അല്ല മോനെ, ഏജന്റുമായിട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്രശ്നവും. ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ട്രിഗർ ആയതാ, മനസ്സിലായോ? അത് നമ്മള് പറഞ്ഞ സോട്ട് ചെയ്ത് കൂടുതൽ മൂപ്പരോട് പറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് അപ്പോളജൈസ് പറഞ്ഞു, അത്ര തന്നെ. ഇപ്പൊ എന്തായാലും മാവേക്ക് പോകണം, കൊച്ചിയിലേക്ക് പോകുമ്പോ മൂപ്പര് നമുക്ക് മീറ്റ് ചെയ്യാന്നൊന്ന് പറഞ്ഞു. കരഞ്ഞ കാല് പിടിച്ചു എന്ന് പറയുന്നതല്ലേ ശരി? ഒരു സോറി പറഞ്ഞപ്പോ തീർന്നു എന്നല്ല, ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് അത് തീർത്തു എന്ന് പറയണം. അപ്പോ ഫസ്മീന ഈ കഥയോട് പറഞ്ഞു, നീ എന്തിനാ ഗൾഫ് പോയെ? എന്തിനാണ് ഫസ്മീനയുമായിട്ട് ഈ പറഞ്ഞ തൊപ്പി റിലേഷനിലായ സമയത്ത് ഈ പറഞ്ഞ ഷമീർ ദുബായി പോയി? ഫസ്മീന ഒന്ന് പറയണം, ഞാനല്ല, ഫസ്മീന ഒന്ന് പറയാം. ഇതിന്റെ കംപ്ലീറ്റ് കളി, ഇവന്മാരുടെ മാറിയ ഈ ചെറ്റ കളി ഫസ്മീനയ്ക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെ ഫസ്മീന പറയാൻ പറ്റും? ഫസ്മീന നീ പറഞ്ഞ ബാക്കി യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്. ഫസ്മീന പറഞ്ഞു, ഇത് അറിയാവുന്ന ഒരുപാട് ഞങ്ങൾ മത്സരം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പറഞ്ഞു. പക്ഷെ നമ്മൾ ആരും ഇത് വൃത്തികളാണ്, ഇവന്മാരെ പേഴ്സണലേക്ക് പോകും, ഇവന്മാരൊക്കെ ചെറ്റകളാണ്, നാറികളാണ്. അതും കൂടെ പറയണം. എന്തിനാ ഷമീറെ ഗൾഫിൽ പോയേ? പാർട്ട്ണർ വേറെ കെട്ടാൻ പോകുന്നതിന്റെ വിഷമം തീർക്കാൻ വേണ്ടിട്ട് പോയതാണോ അണ്ണ? ഷമീർ അണ്ണ, അതോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്മീനയും തൊപ്പിയും തമ്മില് തെറ്റും എന്ന് കരുതിയിട്ട് പോയതാണോ? കാരണം ഷമീർ അണ്ണന്റെ പാർട്ട്ണർ ആണല്ലോ തൊപ്പി അണ്ണൻ. അപ്പോ ഇനി അവർക്കിടയിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണോ? ഫസ്മീനാന്റെ വീഡിയോ തൊപ്പിയും ഫസ്മീനും ഉള്ളതടക്കം ഈ പറഞ്ഞ ഷമീറിനും ടീമിനും ഈ തൊപ്പി കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ പേഴ്സണൽ, ഇവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സമയത്ത് ഫസ്മീന്റെ പേടിയതാ. തൊപ്പിന്റെ ഇവരുടെ പേഴ്സണൽ വീഡിയോ ഒന്നും ഫസ്മീനും തൊപ്പി ഇത് ഷമീറിനും ടീമിനും തൊപ്പി കാണിച്ചു കൊടുത്തു എന്ന് ഷമീർ തന്നെ ഫസ്മീനാനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വോയിസ് റെക്കോർഡ് ഓൾറെഡി വന്നതാണ്.
അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യാനോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഒതുക്കാനാണെങ്കിൽ അത് ഒതുങ്ങൂലമാണ്. ഈ ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ടല്ലോ, അത് കാണിക്കരുത്. അതിനിപ്പോ ആരോടാണേലും എന്തിന്റെ പേരിലാണേലും ആ കാണിച്ചതിന്റെ ഒക്കെയാണടാ നീയൊക്കെ ഇപ്പം പബ്ലിക് ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് നാറുന്നത്. വീഡിയോ കണ്ടോ ഫസ്റ്റിന്റെ കൂടെ എല്ലാം പറഞ്ഞത് മോനെ ഫസ്റ്റിനെ വന്ന് പറയട്ടെ. സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ അനന്ത് വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാ അത് മല്ല വെച്ച് വീഡിയോ ഇട്ടാ ഓന് ഗുണം ഉണ്ടാവും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും. ഓൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും. ഞാൻ തന്നെ പറഞ്ഞ വാണം ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ഓൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞില്ല. എടാ നിന്റെ ഒക്കെ വീഡിയോ ഇടുന്നത് പൈസക്ക് വേണ്ടി മാത്രല്ല, നീയൊക്കെ എത്ര മാത്രം ചെറ്റയാണെന്നും നാറിയാണെന്നും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കൂടെയാ. അതറിയാവോ? ഇത്രയും പറയുന്ന നീ പിന്നെ യൂട്യൂബിൽ കൊണ്ടുപോയി വീഡിയോ ഇടുന്നത് പിന്നെ പുണ്യ പ്രവർത്തി ചെയ്യാനാണോടാ? വെറുതെ ഇരിക്കുന്ന അനന്തചേട്ടൻ അങ്ങേർക്ക് സ്ട്രൈക്കും കൊടുത്ത് അങ്ങേരെ വെല്ലും വിളിച്ച് ഇമാതിരി വർത്താനം ഇവൻ പറഞ്ഞപ്പോ അനന്തചേട്ടൻ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേക്കാം. പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പിയോ? തൊപ്പി ബൈസെക്ഷൽ. ഈ എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ല ഷിബിലി അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യമോ? ഞാൻ പുള്ളിനെ ഷമീറിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യമായിട്ട് കണ്ടിട്ടുണ്ട്, അതും അടുക്കളയെ വെച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുക്കളയിൽ എന്തായിരുന്നടാ പണി? ചപ്പാത്തി ഇടലായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഭാവിയില് തൊപ്പീനെ കെട്ടാൻ പോകുന്ന പെണ്ണ് കാണുന്ന കാഴ്ചയാണ് ഇവരുടെ ഓടക്കുഴല പരിപാടി. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷെ നമുക്ക് നമ്മളല്ലാണ്ടായി പോകും. അങ്ങനെ മാറിപ്പോയതാണ്. എന്തൊക്കെയോ പറഞ്ഞു എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് അവര് ഡൗട്ടായിരുന്നു. പിന്നീട് അവർ എന്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി തുടങ്ങി. കല്ലും പുല്ലൊക്കെ വലിച്ച് പറ്റിപ്പോയതാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് സംശയം വരും. ഒരു തവണ നമ്മൾ ഒരാളെ നേരിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ പിന്നെ സംശയമായിരിക്കും. അത് ഫസ്മീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു, തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ഈ ഒരു കാര്യം പിന്നെ മമ്മു തന്നെ അന്ന് ലൈവിൽ വന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം മമ്മുന്റെ വായിന്ന് മമ്മു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഹസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയുമായിരുന്നു, നീ പോയത് നന്നായി, ഇവനിവിടെ കയറ്റാതെ പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ ലൈക്ക് അവരെല്ലാരും അങ്ങനെയായിരുന്നു. ആ ടൈമിൽ ഷമീറും അങ്ങനെയായിരുന്നു. ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ. അത് ഇവന്മാരുടെ ലൈവിൽ പോയി നിന്നാൽ തന്നെ മനസ്സിലാവും. മമ്മു ഒക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഒരു പെണ്ണ് വന്നിട്ട് ഇവരുടെ ലൈവിൽ എങ്ങാണ്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു എക്സ്പോഷർ കിട്ടേണ്ടായിരിക്കും. ഇത്ര നാളും ഒരാളും തിരിച്ചറിയാൻ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നതായിരിക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ കൊണ്ടുവരിക പരിപാടി ഉണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഒരു കാര്യം ഷമീർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഉള്ള ഒരു കേസിന്റെ കാര്യമായി. മനസ്സിലായോ? ചുരുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടിയില്ലെങ്കിലും ശരി, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇവന്മാർക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. എണ്ണ, കല്ല്, പുല്ല്, വെള്ളം, എല്ലാ സാധനവും ഇവർക്ക് ആ വീട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവന്മാർക്ക് പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തല്ലി പിരിഞ്ഞ സമയത്ത് ഇവന്മാർക്ക് പൈസയുടെ ആവശ്യം വന്നു. അതാണ് കാര്യം. ആ സാധനമാണ് ഇവിടെ വരെ എത്തിച്ചത്. എന്തായാലും എല്ലാത്തിന്റെ സ്വഭാവം ഇപ്പൊ ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറെ ടെസ്റ്റ് എടുത്ത ആൾക്കാരെ പറ്റിക്കാൻ നോക്കി, അത് തേഞ്ഞു. ഇനി എന്താണോ അടുത്ത പറ്റിക്കല്? ഇനി ഈ വോയിസ് ഇപ്പൊ പുറത്ത് വന്നല്ലോ, ഇനി ഇതിന് നീ എന്തൊക്കെ പറഞ്ഞോണ്ട് വരും? എന്ന് പറഞ്ഞോണ്ട് വരും. അത് അല്ല എന്നതിന്റെ തെളിവ് അനന്തചേട്ടൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്, കോൾ റെക്കോർഡിങ്ങിന്റെ ഡീറ്റെയിൽസ്. ഇനി എന്ത് പറയും ഷമീറെ? ഫേക്ക് ആയിട്ട് വേറെ ആരോ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞോണ്ട് വരുമോ? എടാ പോയി പല പണിയെടുക്കടാ, ഉളുപ്പില്ലാത്തവനെ. ഇറങ്ങിയേക്കുവാ കുറെ എണ്ണം.